നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ പശിയടക്കാൻ ആ കുതിരകളെ കശാപ്പു ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. വിശപ്പ് ഞങ്ങളെ കൊല്ലുകയാണ്. കുതിരയിറച്ചിയിൽ കുറച്ചരിയിട്ട് വേവിച്ച് ഉറ്റവരുടെ വിശപ്പ് അകറ്റാൻ ശ്രമിച്ച് തളർന്ന് അബു ജിബ്രിൽ വാർത്താ ഏജൻസിയായ AFP പറഞ്ഞ വാക്കുകളാണിത്. വിശപ്പടക്കാൻ വേറെ വഴിയില്ലാതെ തങ്ങൾ വളർത്തിയിരുന്ന മൃഗങ്ങളെ തന്നെ കൊന്നു കഴിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഗാസയിലുള്ളത്. വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു തമ്പിലാണ് അബു കുടുംബവും. കഴുകാനും കുടിക്കാനുമുള്ളത് മലിനജലം, വല്ലപ്പോഴും വന്നുപോകുന്ന വൈദ്യുതി, തിങ്ങിഞ്ഞെരിഞ്ഞു കഴിയുന്ന ജനം. 1948 1.5 ചതുരശ്ര കിലോമീറ്ററിൽ ഐക്യരാഷ്ട്രസഭ പണിതുണ്ടാക്കിയ ഈ അഭയാർത്ഥി ക്യാമ്പിലെ സ്ഥിതി അതിദയനീയം. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങും മുൻപ് 1 ലക്ഷത്തിലേറെ പേരുണ്ടായിരുന്നു ഇവിടെ. അടുത്തുള്ള ബെയ്ത്ത് ഹനൂനിൽ നിന്നാണ് 60കാരനായ അബു ജിബ്രിലും കുടുംബവും ജബലിയിലെത്തിയത്. യുദ്ധത്തിൽ ജീവനും കൊണ്ട് ഓടിയതാണ്. ആകെ ഉണ്ടായിരുന്ന ഇത്തിരി നിലം മെരുക്കാൻ തുണിയായിരുന്നു. 2 കുതിരകളെ ആ പലായനത്തിലും കൈവിട്ടില്ല. പഞ്ഞകാലത്ത് അത് ഉപകരിച്ചു. വടക്കൻ ഗാസയിൽ ആഹാരം തീരുകയാണ്. നിരന്തരം വീഴുന്ന ബോംബുകൾക്കിടയിലൂടെ സഹായം എത്തിക്കാൻ UN ഏജൻസികൾക്കുമാകുന്നില്ല. ആഹാര സാധനങ്ങളുമായി ഇടയ്ക്കെത്തുന്ന ട്രക്കുകൾ പരവശരായ ജനം കൊള്ളയടിക്കുന്നു. ഗാസ സിറ്റിയിലെ ആശുപത്രിയിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞ് പോഷകാഹാര കുറവുള്ളതിനാൽ വെള്ളിയാഴ്ച മരിച്ചു. 7 ഷെക്കൽ ഉണ്ടായിരുന്നു, അതായത് 160 രൂപ. 1 കിലോഗ്രാം അരിക്ക് ഇപ്പോൾ വില 55 ഷെക്കൽ, അതായത് 1264 രൂപ. പട്ടിണിയിൽ ചീഞ്ഞ ചോളവും കാലിത്തീറ്റയും ഇലകളും വരെ തിന്നുന്ന നാട്ടുകാർ. ജനുവരി 23 മുതൽ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് വടക്കൻ ഗാസയിൽ സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ 5.5 ലക്ഷത്തിലധികം പേർ ഭക്ഷാമത്തിന്റെ വക്കിലാണെന്നും ജീവകാരുണ്യ സഹായ വിതരണം ഏകോപിപ്പിക്കുന്ന UN ഓഫീസ് പറഞ്ഞു. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ 6-ൽ ഒരാൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നു. ഗാസയിലെ 97% ഭൂഗർഭജലവും മലിനം. വൈകാതെ ഗാസയിലെ ശിശുമരണങ്ങൾ കുത്തനെ ഉയരുമെന്നും UNICEF മുന്നറിയിപ്പ് നൽകുന്നു. 15,000 ടൺ ആഹാര സാധനങ്ങളുമായി ഗാസയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി 1000 ട്രക്കുകൾ ഈജിപ്തിൽ കിടപ്പുണ്ട്. എന്നാൽ ഇവ ഗാസയിലെത്തുന്നത് ഇസ്രായേൽ തടയുകയാണെന്ന് OCHA വക്താവ് ജെർസ ലാർക്കെ ആരോപിച്ചു. ആരോപണം ഇസ്രായേൽ നിഷേധിച്ചു. വിവിധ രാജ്യങ്ങൾ സഹായധനം നൽകാത്തതിനാൽ പലസ്തീൻകാർക്ക് വേണ്ടിയുള്ള UN ഏജൻസിയായ UNRWAയുടെ പ്രവർത്തനം താറുമാറായതും ഗാസയിലെ ദുരിതത്തിന് കാരണമാണ്. ഖത്തറിൽ വെടിനിർത്തൽ കരാർ ചർച്ച ഊർജിതമായി തുടരവേ ആഴ്ചകൾക്ക് ശേഷം വടക്കൻ ഗാസയിലേക്ക് ആദ്യ സഹായം എത്തിയിട്ടുണ്ടായിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ കരാറിന് വേണ്ടി തിരക്കിട്ട ചർച്ചകൾ തുടരുന്നതിനായി അമേരിക്ക അറിയിച്ചു. ബന്ദികളുടെ മോചനവും ഗാസയിൽ സഹായം എത്തിക്കലും പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രധാന മുൻഗണനയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും വെടിനിർത്തൽ നടപ്പാക്കുമെന്ന് വൈറ്റ് ഹൌസ് കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ വെളിപ്പെടുത്തിയിരുന്നു. ഖത്തറിൽ ഇസ്രായേൽ ഹമാസ് നേതൃത്വവുമായി പല തലങ്ങളിൽ ചർച്ച തുടരുകയാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ ചർച്ചയുടെ പുരോഗതി വെളിപ്പെടുത്താൻ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും വിസമ്മതിച്ചു. വടക്കൻ ഗാസയിൽ ഇന്നലെ ചെറിയ തോതിൽ സഹായം എത്തിക്കാനായത് പ്രതീക്ഷ പകരുന്നുണ്ട്. ജനുവരി 23 ഇവിടേക്ക് അവസാനമായി UN സഹായം എത്തിയത്. പട്ടിണി പിടിമുറുക്കിയത് കാരണം ജനങ്ങൾ ചെടികളും മറ്റും കഴിക്കേണ്ട സ്ഥിതിയിലാണ്. പട്ടിണിയെ തുടർന്ന് 4 കുട്ടികൾ മരിച്ചതായും ഗാസ ആരോഗ്യ വകുപ്പ് അറിയിച്ചു. വടക്കൻ ഗാസയിലേക്കും മറ്റും കൂടുതൽ സഹായം ഉടൻ എത്തിക്കണമെന്ന് ഖത്തറും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വടക്കൻ ഗാസയിൽ നിലവിലുള്ള ഏക ആശുപത്രിയായ കമാൽ അദ്വാന്റെ പ്രവർത്തനം നിലച്ചതായും അധികൃതർ വെളിപ്പെടുത്തി.